ഏകദന്തം മഹാകായം ഭക്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രമോദം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനോളം വന്ദിക്കുന്നേൻ. വാണിയുടെ നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനേ ദിഗംബരേ. വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ
വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. ശ്രീരാമ. ഇന്നലെ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ശബരി ആശ്രമത്തിൽ ശബരിയെ കാണാനായിട്ട് രാമലക്ഷ്മണന്മാർ പോയി. സീത എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആരാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഏകദേശം ഒരു കൃത്യമായ രൂപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശബരിയെ അവിടെ വെച്ച് പറയുകയാണ്, കുറച്ചങ്ങോട്ട് മാറി കിഷ്കിന്ധ ഒരു ഗ്രാമമുണ്ട്, അവിടെ വാനര രാജനാണ് സുഗ്രീവൻ. അങ്ങനെ അവിടുന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ശബരിയുടെ എല്ലാവിധമായ അനുഗ്രഹം വാങ്ങി ശബരിക്ക് മോക്ഷം കിട്ടി. അങ്ങനെ അതിനുശേഷം അവർ കിഷ്കിന്ധയിലേക്ക് പോകുന്ന രംഗമാണ് നമ്മളിനിയും വായിക്കുന്നത്. അപ്പം കിഷ്കിന്ധാകാന്ഡം ആരംഭമാണ്. ഓം ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഭുല്ലപത്മകൽഹാരകുമുദം നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദകോകിലകുക്കുടകോയഷ്ടി സർപ്പസിംഹ വ്യാഘ്ര സുകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിതപദപാദവൽ പസൽ ഫലസേവിതം. സന്തുജ്യേഷ്ഠ ജന്തുകം കണ്ട് കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിന. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചുതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജം ചെയ്താൽ
ചൊല്ലാകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടും വായുസുതാ ചെന്ന് ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്ന് അതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടുക നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദ മന്ദസ്മേര സംജയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയിലാഗ്രഹമുണ്ടൊരു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മഭാസൈവം ശോഭിക്കുമർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാനന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നരാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തൃം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളത്യുതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതുന്നീടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷം ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദവുമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണം വടുനിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു ബാനശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനും എന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്ര തനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന ശ്രീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതിചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ അവളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെടോ സഖേ.
ചൊല്ലിയിടുന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാർ കൂപ്പിത്തൊഴുതോ കുതൂഹലാൻ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതേ ഇതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കവീശ്വരനഗ്രേ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാനാജ്ഞ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസെങ്കിൽ എഴുന്നള്ളുക ഉൾത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്നു തിരുമുമ്പിലമ്മാറങ്ങുമാരുതേ. പോകമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തുകണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. ഇവിടെ രണ്ടുപേരും ഋഷ്യമൂകാദ്രി ഭാർഷ്യത്തിന് ആ സ്ഥലത്തിൽ വന്ന് വളരെ വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി വാവിട്ട് കരഞ്ഞുകൊണ്ട് അവരിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ വാനരശ്രേഷ്ഠനായ ഹനുമാന് ഇങ്ങനെ രണ്ടുപേരും നടന്നു വരുന്ന കാണുന്നുണ്ട്. ഉടനെ തന്നെ ചെന്ന് സുഗ്രീവനോട് വിവരം അറിയിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് സുഗ്രീവൻ പറയുകയാണ്, നല്ല കോമളന്മാരായ രാജകുമാരന്മാരാണ്, പക്ഷേ താപസവേഷമാണ്. അവരുടെ കയ്യിൽ അസ്ത്രശസ്ത്രങ്ങളൊക്കെയുണ്ട്. ഇനി ജ്യേഷ്ഠൻ എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടാണോ എന്നൊക്കെയാണ് ആ സുഗ്രീവൻ്റെ ഇഷ്ടം, അതായത് ഉള്ളിലെ ഒരു ജിജ്ഞാസയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും നീ ഒരു പ്രത്യേകമായ രൂപം, അതായത് ബ്രാഹ്മണ രൂപത്തിൽ നീ ചെന്ന് കണ്ട് സംസാരിക്കണം. എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ശത്രുക്കളാണെങ്കിലും മിത്രമാണെങ്കിലും വ്യക്തമായ നിന്റെ മുഖഭാവത്തിൽ ആംഗ്യഭാവത്തിൽ എനിക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ തരത്തിൽ വേണം എല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹനുമാനെ വിടുന്നു. ഹനുമാൻ ചെന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പോൾ രാമനോട് പറയുകയാണ്, നിങ്ങളെത്ര കോമളന്മാരായ വളരെ തേജസ്സോടുകൂടിയ ഒക്കെ ഉള്ള ഒരു വർണ്ണനയാണ് അവിടെ. എന്നിട്ട് ഇങ്ങനൊരു നിങ്ങളാരാണ്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ വരും തന്നെ അവിടെ പ്രദേശങ്ങളൊക്കെ അങ്ങ് വിളങ്ങുന്നു, അങ്ങ് ഐശ്വര്യപൂർണ്ണമാകുന്നൊക്കെ ഹനുമാൻ ഇവിടെ ഒരു രാമലക്ഷ്മണന്മാരോട് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ആരാണ്, എന്തിനു വന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രീരാമദേവനെ തൻ്റെ ചരിത്രങ്ങൾ ഇപ്പോൾ ഇന്നുവരെയുള്ള കാര്യങ്ങളൊക്കെ ഹനുമാനോട് വിവരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നാളാണ്, ഇത് അനുജനാണ്, ജാനകി ദേവി ഉണ്ടായിരുന്നു, ഞങ്ങൾ അച്ഛൻ്റെ ഭീഷ്ടപ്രകാരം 14 വർഷം തപസ്സിനായിട്ട് വനത്തിൽ വന്നതാണ്. അപ്പോൾ ജാനകി ദേവിയെ ഏതോ ഒരു നിശാചരം കട്ടുകൊണ്ടുപോയി. അപ്പോൾ അത് ജാനകി ദേവിയെ ഞങ്ങൾ തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് നിന്നെ കാണുന്നത്, നീ ആരാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു വാനര ശ്രേഷ്ഠനായ ആളാണ്, അഞ്ജനാത്മജൻ, അഞ്ജനയുടെ പുത്രനാണ്, അപ്പോൾ വായുതനയനാണ് എന്നെല്ലാം പറഞ്ഞ് വിശദീകരിക്കുന്നു. ഞാൻ ഉൾപ്പെടുന്ന 4 മന്ത്രിമാരും ഞങ്ങൾ ഋഷ്യമൂകാചലത്തിലെ
വാനരശ്രേഷ്ഠനായ സുഗ്രീവനോടൊപ്പമാണ് താമസിക്കുന്നത് എല്ലാം പറഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് ഹനുമാൻ വളരെ തന്ത്രപൂർവ്വം സുഗ്രീവന് ആ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്, നല്ല ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം രാമനോട് പറയുകയാണ്, സുഗ്രീവനുമായിട്ട് സഖ്യം ചേർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കും, ഞങ്ങളുടെ കാര്യം സാധിക്കാനുള്ള. അപ്പം ശത്രുക്കളും, അതായത് ചെയ്യാം, ഗ്രഹിക്കാം ഇരുവർക്കും അരികളെ, രണ്ട് ശത്രുക്കളെയും കൊല്ലാം എന്നുള്ളൊരു ഭാഷണം ഹനുമാൻ അവിടെ വെച്ചിട്ട് പറയുകയാണ്. അങ്ങനെ എങ്കിൽ ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറഞ്ഞ്, എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ അവരെ രണ്ടുപേരെയും തോളിലേറ്റിക്കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് തോളിൽ രാമലക്ഷ്മണന്മാരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ അറിഞ്ഞത്. അടുത്ത സുഗ്രീവനെ ചെന്ന് കണ്ട് അവരുമായി സഖ്യം ചേരുന്ന രംഗമാണ് അടുത്തത്. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാറങ്ങെടുത്തു നടന്നിതു മാരുതി, സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കര നന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമാധാരാർത്ഥമിവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടീ വണ്ണം പറഞ്ഞ അദ്രീശരാരഗ്രേ മഹാധരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാൻ. ബാധാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോട് അർക്കാത്മജനോട് ചൊല്ലിയിടിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയത് ആരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനും അന്നേരമാദരപൂർവം ബുദ്ധായ സസംഭ്രമം വിഷ്ടവനാഥനിരുന്നരുളിയിടിനാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിലിട്ടാൻ. അതുനേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒളിച്ചിട്ടത് കണ്ട് സൗമിത്രീ. സുഗ്രീവനും പുഷ്ടമോദാരൊടിച്ച് ഇട്ടരുളിയിടിനാൻ. തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നീടിനാൻ. നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശ ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം നവാജ്ഞാവശാൽ. ഏതുവിധു നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര. തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരം. അസുന്ദരി രക്ഷിപ്പാതിന് ആരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോർത്തവ ഭാമിനി തന്നെ. അവളെന്നതേ വരൂ ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം. പരവശാൽ ഉത്തരീയത്തിൻ പൊതിഞ്ഞ ആഭരണങ്ങൾ അദൃശ്യോപരി നിക്ഷേപണം ചെയ്താൽ. ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും. ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര
ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജനേത്രനതെടുത്ത് നോക്കും നേരെ കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നുങ്കിയാകിയ വൈദേഹിയയ്യടോ. വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദലായതലോചനേ. രോദനം ചെയ്ത വിഭൂഷണ സഞ്ജയം ആധിപൂർവം തിരുമാറിലമുഷ്ടിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാർ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയാകേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടു കൊള്ളാം. പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രിയായേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൊൾക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു. ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കട ശ്രേഷ്ഠനാം മാരുതിയം നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയടിനാൻ. ഇവിടെ രാമലക്ഷ്മണന്മാരുടെ തോളിൽ ഏറ്റിക്കൊണ്ടുവന്ന് സുഗ്രീവൻ്റെ മുമ്പിൽ അവിടെ വന്നതിന് ശേഷം സുഗ്രീവനോട് പറയുകയാണിത്. നമുക്കൊരു വളരെ സഹായകമായ നമുക്കൊരു എന്തോ ഒരു ഭീതിയൊന്നും വേണ്ട. ഇത്ര ഗോത്രേ വന്നു ജാതന്മാരായ ഒരു യോഗേശ്വരന്മാരെ ഈ ശ്രീരാമലക്ഷ്മണന്മാരെന്ന് എഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട. ഭവാനി നിങ്ങളൊന്നും പേടിക്കണ്ട, ഇത് നമ്മുടെ മിത്രമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർ ഒന്നിച്ചവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കാര്യങ്ങളങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോഴാണ് പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി അതിലിരുന്ന് കാര്യങ്ങൾ തരിക. അപ്പോഴാണ് പറയുന്നത് വിഷയങ്ങൾ ഇങ്ങനെ ജാനകി ദേവിയുടെ വിഷയങ്ങളും സീതയെ അപഹരിച്ചു പോയ വിഷയങ്ങളൊക്കെ സുഗ്രീവനോട് പറയുമ്പോൾ സുഗ്രീവൻ തിരിച്ചു പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ 4-5 പേര് ഈ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ പുഷ്കരനേത്രയായ ഒരു തരുണിയെ പുഷ്കര മാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനും അന്നേരം ആ സുന്ദരി ഞങ്ങളെ കണ്ടിട്ട് രക്ഷിപ്പാനില്ലാതെ ആരുമായി ഇല്ലായിട്ട് ദീനയായിട്ട് രാമരാമേതി കരയുന്നുണ്ടായിരുന്നു. അപ്പോഴന്നേരം ഞങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഉത്തരീയത്തിൽ വളരെ ധൃതി പൂണ്ട് ഉത്തരീയത്തിൽ കിട്ടിയ ആഭരണങ്ങളൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് ഇട്ട് തരികയാണ് ചെയ്തത്. എന്തിനാണ്? രാമനെങ്ങാനും അത് കണ്ടാൽ തിരിച്ചറിയാമല്ലോ എന്നാണ്. അത് ഞാനിഞ്ഞ് കൊണ്ടുവന്ന് തരാം എന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ രാമൻ അത് കണ്ടിട്ട് വളരെ വാവിട്ട് കരയുകയാണ്. പ്രാകൃതനായ ഒരു മനുഷ്യനെ പോലെയാണ് ഭഗവാൻ ആ സമയത്ത് കരയുന്നത്. അപ്പോൾ ആ ഒരു രംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഉദാത്തമായ ഒരു ഇതാണ്. കാരണം തൻ്റെ കൂടപ്പിറപ്പ് എന്നതുപോലെ തൻ്റെ വാമഭാഗം
വേർവിട്ട് എവിടെയോ നമ്മുടെ കൂടില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം അതൊരു മനുഷ്യനായി അവതരിച്ചു എങ്കിലും യഥാർത്ഥമായ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ വാവിട്ട് കരഞ്ഞ ഒരു രംഗമാണ് നമ്മളവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവരെ വിഷയങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം ലക്ഷ്മണനും പറഞ്ഞു, സുഗ്രീവനെയായിട്ട് സഖ്യം ചേർത്തുകൊണ്ട് നമുക്ക് എല്ലാ വിഷയങ്ങളും നമുക്കിവിടെ പരിഹരിക്കപ്പെടും, അതുകൊണ്ട് ദുഃഖം കളയുക ജ്യേഷ്ഠ എന്ന് രാമനോട് പറയുന്നു ലക്ഷ്മണൻ. സുഗ്രീവനെ അത് തന്നെ പറയുന്നു, നമുക്ക് രണ്ടുപേർക്കുമുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കിവിടെ ദൂരീകരിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഗ്നി പെട്ടെന്ന് ഹനുമാൻ അഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്യുകയാണ്, അഗ്നി കൂട്ടുന്നു. അപ്പോൾ ലക്ഷ്മണനും അതിനകത്ത് കഷ്ണങ്ങൾ തടിക്കഷ്ണങ്ങൾ പറക്കിയിടുന്നു. സുഗ്രീവനും രാമനും ലക്ഷ്മണനും എല്ലാം ഇട്ടിട്ട് ആ അഗ്നി സാക്ഷിയായിട്ട് പരസ്പരം സഖ്യം ചെയ്ത് ഇരുന്ന രംഗമാണ്. അപ്പോൾ ബാലിയാണ് സുഗ്രീവൻ്റെ ജ്യേഷ്ഠൻ. ബാലിയെങ്ങനെയാണ് ഇവർ തമ്മിലുണ്ടായ തർക്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സുഗ്രീവൻ ബാലിയുടെ വിഷയങ്ങൾ, തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ രാമനോട് പറയാൻ പോവുകയാണ്. പണ്ടു മായാവിയും ഒരസുരേശ്വരനുണ്ടായതുമയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞും ഉദ്ധതനായി നടന്നിടും ദശാന്തരേ കിഷ്കിന്ധയാം പുരിബുക്ക് വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് കൊണ്ടത് ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾക്കുപ്പൊക്കിയതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ, ഞാനിതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ. വാ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരിയിൽ അസുരൻ മരിച്ചീരം ചോര വരികിൽ അടച്ചുപോയി വാഴ്ക നീ. യുദ്ധം പറഞ്ഞു പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതനമായില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ട് കിഷ്കിന്ധ പൊക്കിയിടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാൻ. ചെന്നിതു കാലം കുറഞ്ഞൊന്ന് പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു. ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കെ അരുതാഞ്ഞെങ്ങും നീളെ നടന്നുഴന്നിടുന്നു ദശാന്തരേ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാചരെ വന്നിരുന്നിടിനേൻ. വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ആരൂഢരാഗം മമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുക സ്പർശനകാരേണ കാരണാൽ ഇപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സംതപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചെന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധ
പുരദ്വാരി മഹീമാഹിഷ വേഷമായ യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞിരു രക്തവും വീണു മതംഗാശ്രമസ്ഥരെ. ആശ്രമദോഷം വരുത്തിയ ബാലി ദൃശ്യമുഖാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂകമദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രന് വന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ പിരികൂടാതെ നിരന്തരം. ദുന്ദുഭീരന്റെ തലയിതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതോ ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കപിവീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജനപര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും. തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു പുകഴ്ന്നവൻ നന്നായി തൊഴുതു തന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവാ സപ്തസാരങ്ങൾ ഇവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും. ഇവയെന്നറിഞ്ഞാലും പൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുവോ മേഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റേരം പെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശം കേട്ടോരു സൂര്യാന്വയോ അത്ഭുതനാകിയ രാമനും ചാപം കുഴിയെ കുലത്തൊരു സായകം ശോഭയോടെ തൊടുത്ത് ഐതരുളിയിടിനാൻ. ശാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും വേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരവൻ ബോടു പുക്കാനരന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ, സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്ന ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നിതില്ല ഞാൻ. പുത്രധാരാർദ്ധരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയിൽ ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ. മണ്ണിനായൂഴി കുഴിച്ചിടും നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാന വൃതതീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയെ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃതാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലും. എന്നാകിലവൻ തനിക്കൊക്കെ വന്നേ നീങ്ങിയിടും അജ്ഞാനമർദ്ധം അർദ്ധതം. ചിത്തം ഭവാങ്കൽ ഉറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനോ ദുരിതങ്ങൾ വേരറ്റ നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞാനെങ്കിലും
സദ്യോ വിമുക്തനാം നാമ ജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരനുഗ്രാഗ്രഹം ഇല്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല, മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. തൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപം ഉൽപാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥിത മിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദപത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപദേ. ത്വൽപാദപങ്കജത്തിൽ ഉറക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണമെന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയെ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യാക വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചീരണമച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദപാം ഏൽക്കണമെപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭസ്ത്യ നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാംഗം കൊണ്ടു നിത്യം. ഭവൽപദം യുദ്ധം പുകർന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു നൽകി പുൽകീടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലനിധി. ഹരേ രാമ. ബാലി സുഗ്രീവ കഥയാണ്. മായാവി ആയ ഒരു അസുരേശ്വരൻ ഉണ്ടായി, മയൻ തന്നുടെ പുത്രനായിട്ട്. അപ്പോൾ അദ്ദേഹം വളരെ മായാവിയാണ്. അപ്പം മായ കൊണ്ട് കുറേ യുദ്ധതന്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് യുദ്ധത്തിനാരും ഇല്ലാഞ്ഞ് അവിടെ വന്ന് ഇവർ താമസിക്കുന്ന കിഷ്കിന്ധയിൽ വന്ന് വിളിച്ചു. അപ്പോൾ ബാലി യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട് ക്രുദ്ധനാം പെട്ടെന്ന് അവിടെ ചെന്നു ദൃഷ്ടികൾ കൊണ്ട് പരസ്പരം ഇടിയുണ്ടായി, അടിച്ച് തമ്മിൽ ഭയം കൊണ്ടു. അവസാനം പെട്ടെന്ന് സുഗ്രീവനെ ഓടിച്ചെന്നു. അപ്പം സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഇവനെ കൊണ്ട് ഗുഹയിലേക്ക് പോവാം, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ തന്നെ നിൽക്ക്, ഗുഹയിലൂടെ ചോര വരികയാണെങ്കിൽ അടച്ചുപോയി വാഴുക നീ. അപ്പം പാല് വരികയാണെങ്കിൽ മയൻ, അതായത് മായാവിയായ അസുരൻ മരിക്കും, ക്ഷീരം വരികയാണെങ്കിൽ. അതിന് ചോര വരുന്നെങ്കിൽ ഞാൻ മരിച്ചു, അതുകൊണ്ട് അതിൻ്റെ മുഖാംബുജം അടച്ചിട്ട് പോയി വാഴുക, നീ സൂക്ഷിച്ചു വാണോളൂ എന്നുള്ള ആ അനുഗ്രഹവും പറഞ്ഞിട്ട് ഈ അസുരനെ കൊണ്ട് ബായി ഗുഹയ്ക്കകത്ത് പോയി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ്, മാസങ്ങളൊക്കെ ആയി, ഇവർ ഒന്നും ഒരു വിവരം അറിയുന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് മായാവിയെ ആണ് കൊന്നത്. പക്ഷേ വന്നത് ചോരയാണ്. മായ കൊണ്ട് പാല് ചോരയായിട്ട് വന്ന്. അവിടെയും വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, എങ്ങനെയും ഒരു വിഷയം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, സുഗ്രീവൻ വിലദ്വാരം, നമ്മുടെ ആ ഗുഹയുടെ ദ്വാരം അടച്ചിട്ട് പോയി അവിടെ നിൽക്കുകയാണ്. അപ്പം മർക്കട രാജന്മാരും എല്ലാ വാനരശ്രേഷ്ഠന്മാരെല്ലാം സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ അവിടെ രാജാവായിട്ട് സുഗ്രീവൻ വാഴുന്ന ഒരു ദിവസം പെട്ടെന്ന് ബാലി ഇവിടെ വരുന്നു. ബാലി വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ സുഗ്രീവനൊക്കെ വളരെയധികം വിഷമത്തോടുകൂടി നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. കാരണം
അന്ന് മരിച്ചതായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ചോര വന്നപ്പം എന്നോട് പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്തു, പക്ഷേ ആള് മരിച്ചില്ല, ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഈ വന്നത് ചോരയാണ് എന്നുള്ളത് അവിടെ അറിയാൻ വയ്യ ആളുടെ. ബാലി എന്ത് ചെയ്തു, ഞാൻ അതിനകത്ത് കിടന്ന് മരിച്ചോട്ടെ എന്ന് കരുതി ഗുഹയുടെ മുഖം അടച്ചതാണ് സുഗ്രീവനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സുഗ്രീവനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ സുഗ്രീവൻ്റെ ഭാര്യയും രാജ്യവും എല്ലാം ബാലി കൈയടക്കി അവിടെ വാഴുകയാണ് എന്ന വിഷയമാണ് രാമനോട് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ബാലിയെ എങ്ങനെ വധിക്കും? ബാലിയെ കൊല്ലാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അവിടെ പറയുന്നത് ദുന്ദുഭിയായ ഒരു മഹാസുരൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ബാലിയുമായിട്ട് യുദ്ധം ചെയ്തു. ആ ദുന്ദുഭിയുടെ തല പറിച്ചെടുത്ത് ബാലി ദുന്ദുഭിയെ കൊന്നു. അപ്പോൾ ബാലിക്കൊരു പ്രത്യേകതയുള്ളത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ബാലിയുടെ മുമ്പിൽ ആര് ചെന്നാലും ചെല്ലുന്ന ആളിൻ്റെ പകുതി ശക്തി ബാലിക്ക് കിട്ടുന്നു. അങ്ങനെ ബാലി ഇരട്ടി ശക്തിയുള്ള ആളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിഷ്പ്രയാസം എതിരാളിയെ തോൽപ്പിക്കാൻ ബാലിക്ക് സാധിക്കുന്നു. അങ്ങനെ ആ ദുന്ദുഭിയുടെ തല അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഇത് ദുന്ദുഭിയുടെ തലയാണ്, ബാലി പറിച്ചെടുത്ത്. അപ്പോൾ ഇതെടുത്ത് എറിയുന്ന ഒരാളിനെ ബാലിയെ കൊല്ലാൻ കഴിയും എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചപ്പം ശ്രീരാമദേവൻ തൻ്റെ പെരുവിരൽ കൊണ്ട്, കാൽപാദത്തിൻ്റെ പെരുവിരൽ കൊണ്ട് ആ തലയെടുത്ത് തട്ടിക്കളഞ്ഞ് തല ഇങ്ങനെ തെറിപ്പിച്ചു. ഇപ്പോൾ 10 യോജന ദൂരത്ത് അത് പോയി കണ്ട് അതിശയപ്പെട്ടു. കാരണം ആ ദുന്ദുഭിയുടെ തലയെടുത്ത് എടുക്കാൻ പോലും ശക്തിയില്ലാത്ത ആളുകളാണ്. അപ്പോൾ അത് തൻ്റെ പെരുവിരല് കൊണ്ട് തെറിപ്പിച്ച് കളഞ്ഞ് 10 യോജന ദൂരത്തെറിയിപ്പിക്കാൻ കഴിവുള്ള പ്രാപ്തനായ ഒരാളാണ്. പിന്നെ പറയുന്നത് 7 ശാലങ്ങളും പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ള ഒരാളാണ് ബാലി. അപ്പോൾ രാമൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്നൊരു അമ്പെടുത്തിട്ട് ആ ശാലങ്ങളെ 7 ശാലങ്ങളെയും എയ്ത് പൊട്ടിച്ച് കളയുകയാണ്. എന്നിട്ട് തിരിച്ച് ആ അമ്പ് തൻ്റെ ശരം വന്നിട്ട് അവിടെ വന്ന് തന്നെ അവിടെ ഇരിക്കുകയാണ്. തിരിച്ചു വന്ന് നമ്മുടെ അമ്പ് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് എന്നുള്ള ആ തത്വം പെട്ടെന്ന് സുഗ്രീവൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്നവരൊക്കെ വ്യക്തമാകുന്നു, ഇത് സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ ഈശ്വരനാണ് എന്ന ഒരു വിഷയമാണ് അവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനോട് കൂടിയതുകൊണ്ട്, അതായത് ഈ ശ്രീരാമചന്ദ്രനോട് കൂടിയതുകൊണ്ട് ഞാൻ അന്ധനായിരുന്ന ഞാൻ ജ്ഞാനത്തിലേക്ക് വന്നു. ഇതൊക്കെ ബന്ധങ്ങളും ഭാര്യാപുത്രൻ അല്ലെങ്കിൽ ഇത് മറ്റ് വസ്തുക്കളൊക്കെ വെറും മിഥ്യയാണ്, ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ളത് എന്ന്. പിന്നെ ഭഗവാനെ സ്തുതിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരാഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ദിവസവും നാമസങ്കീർത്തനങ്ങൾ ചെയ്യാൻ എൻ്റെ നാക്കുകൾക്ക് പറയണമേ, അർച്ചന ചെയ്യാൻ കരങ്ങൾക്കാവേണമേ, എല്ലാ ക്ഷേത്രങ്ങളും പോയി കാണാൻ എനിക്ക് പറ്റണേ, വളരെയധികം നല്ല കീർത്തനങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം എൻ്റെ ചെവിക്കുണ്ടാകണേ എന്ന് പറഞ്ഞ് ഒത്തിരി സ്തുതിക്കുകയാണ് ഭഗവാൻ. അതെല്ലാം കഴിഞ്ഞപ്പം വളരെ സന്തോഷത്തോടുകൂടി രാമൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, എല്ലാം മായയാ തത്ര മോഹിപ്പിച്ചിടന്നേരം കാര്യസിദ്ധിക്ക് കരുണാജിരാധി. മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാം തത്ര മോഹിപ്പിച്ച് തന്നേരം. അപ്പം എല്ലാ വിഷയങ്ങളും അവിടെ മോഹത്താലെല്ലാം അവിടെ സംഭവിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം കൊടുക്കുകയാണ്. അടുത്തത് ബാലി സുഗ്രീവ യുദ്ധമാണ്. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞയോ സഖേ, ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതും ഇനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാൽ ഭജനതു കേട്ടു നടന്നിതോ കിഷ്കിന്ധയാമ്പുരി ഓക്കി നിരാകുലം. അർക്കുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ 4 മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ.
പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ. മിത്രഭാവേന രാമാദികളം നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ. മിത്രതനയനും ഭക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 10 നൂറാശു വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേക രൂപധരന്മാരായി ശക്തി കലർന്നവരെ ഒപ്പം പൊരും നേരം മിത്രാത്മജനേതും വൃത്രാരിപുത്രേന യുദ്ധം തിരിച്ചറിയാവതല്ല ഒരുത്തനും. മിത്ര വിനാശശങ്കയാ രാഘവനസ്ത്രപ്രയോഗവും ചെയ്തില്ല. അതു നേരം പുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാത്തനായി വൃത്രാരിപുത്രനും ആലയം പൊക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികയെ നിന്നരുളിയിടിന. മിത്രാന്വയോത്ഭൂതനാകിയ രാമനോട് എത്ര ഹ്യുമാർത്യാപരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോധവ ചിത്തത്തിലോർത്തതറിഞ്ഞീര ഞാനയ്യോ. ബദ്ധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും ഭാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരം ആകുലാൽ ശ്രുത്വാ രഘുത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രായ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടാ ഏതും മമ സഖേ. അത്യന്തരോഷ വേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാതിത്വമാശങ്ക ഞാൻ അന്നേരം. മുക്തവനായി അതിൽ അസ്ത്രം ധരിക്കനീ ചിത്രഭ്രമം വരായുവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാൻ. ഇനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രാവിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശകതനെ എന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യമായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്ന പൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജരെ മോദാലയച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അവസാനത്തെ ഭാഗം ബാലി സുഗ്രീവ യുദ്ധമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, പെട്ടെന്ന് പോയി ബാലിയെ നീ വിളിക്കുക, നമുക്ക് ഇപ്പം തന്നെ ബാലിയുടെ കഥ കഴിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് ഉടനെ സുഗ്രീവൻ ചെന്നിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ഈ ബഹളമൊക്കെ കേട്ടിട്ട് ബാലി ഇറങ്ങി വരുന്നു. എന്നിട്ട് അവർ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടെ ചെന്നിട്ടൊരു വൃക്ഷത്തിന് മറഞ്ഞിട്ട് രാമനും ലക്ഷ്മണനും നിൽക്കുകയാണ്.
കുറച്ചു നേരം യുദ്ധം തുടങ്ങി, ഇവർ തമ്മിലുള്ള യുദ്ധം കൊണ്ട്. അപ്പോൾ ബാലിക്ക് മുമ്പിൽ സുഗ്രീവൻ ചെല്ലുമ്പോൾ സുഗ്രീവൻ്റെ പകുതി ശക്തി കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ശക്തിയായ ബാലി സുഗ്രീവനെ ശരിക്ക് പ്രഹരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു രക്ഷയുമില്ല, ശരീരത്തങ്ങ് ചോര ഒലിക്കുന്നു, വളരെ വളരെ ക്ഷീണിതനായി പോകുന്നു സുഗ്രീവൻ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സുഗ്രീവൻ അവിടുന്ന് പലായനം ചെയ്യും. എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ബാലി എന്നെ കൊല്ലും എന്ന് മനസ്സിലാക്കി സുഗ്രീവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ബാലിയുടെ വീട്ടിൽ കയറിപ്പോവുകയും ചെയ്തു. അപ്പോൾ വന്നിട്ട് ഭഗവാനോട് രാമചന്ദ്രനോട് പറയുക, ശ്രീരാമചന്ദ്രനോട് പറയുന്നത്, ഈ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനായിരുന്നോ നിന്റെ ഉദ്ദേശം എന്ന് ഒരു ഇതിലൂടെ പറയാം. കാരണം അത്രമാത്രം ഒരു സംഭവമാണ് അവിടെ നടന്നത്. അപ്പോൾ ഇയാളെ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ ചെന്നാൽ ഉടൻ തന്നെ അമ്പെയ്ത് കൊല്ലാമാണ്. പക്ഷേ ശ്രീരാമചന്ദ്രൻ പലവട്ടം ശ്രമിച്ചു നോക്കി, ഏതാണ് ബാലി ഏതാണ് സുഗ്രീവനെന്ന് തിരിച്ചറിയാനാവാതെ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി ശ്രീരാമചന്ദ്രൻ. അപ്പോൾ അങ്ങനെ നിഷ്പ്രയാസം കൊല്ലാം, ഒരു അമ്പ് കൊണ്ട് ഒരു ശരം കൊണ്ട് കൊല്ലാൻ പറ്റും ബാലിയെ എന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം. പക്ഷേ ആരെയാണ് കൊല്ലേണ്ടത്, ഏതാണ് സുഗ്രീവൻ ഏതാണ് ബാലി എന്ന തിരിച്ചറിവ് ശ്രീരാമദേവന് കിട്ടാത്തത് കൊണ്ട് ആകപ്പാടെ വളരെ പെട്ടെന്ന് ഭയവിഹുലനായി പെട്ടെന്നൊരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പോലും. അപ്പോൾ അതാണ്, എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാമനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ എന്തിനാ എന്നെ വിട്ടത്, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ? അപ്പോൾ അങ്ങനെ ഇതായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ഒരു അമ്പ് ചെയ്ത് എന്നെ വധിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ സുഗ്രീവൻ രാമനോട് പറയുകയാണ്. അപ്പോൾ രാമൻ ഒന്നേ പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ആ ജോഡി അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചതാ. അപ്പം നിനക്കൊരു അടയാളം നാളെ ഞാൻ തരാം. അപ്പം ആ അടയാളം ഇട്ടുകൊണ്ട് നീ പോയിട്ട് ചെല്ലുക, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബാലിയെ കൊല്ലാം, രാമഭാഷിതം വ്യർത്ഥമാവില്ല എന്ന് പറഞ്ഞ് എല്ലാം അവിടെ ഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ, മിത്രാത്മജ ഗളേ, നിന്റെ കഴുത്തില് പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. നിന്റെ കഴുത്തിൽ ഞാനൊരു മാല തരാം, അത് നീ കഴുത്തിൽ അണിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ യുദ്ധത്തിനായി പോയിട്ട് നീ വിളിച്ചോളൂ. അന്നേരം ഞാൻ ബാലിയെ വധിച്ചു കൊള്ളാം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്ന രംഗമാണ്. ഹരേ രാമ.